ഹായ്. ഹായ്. അപ്പം നമ്മൾ എങ്ങോട്ടാ? അപ്പം നമ്മൾ ഗോപാൽസ്വാമിമേട്ട്. ഗോപാൽസ്വാമിപേട്ട് അല്ല, ഹിമത് ഗോപാൽസ്വാമിപേട്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ ഒന്ന്. ഓക്കെ, അപ്പം നമ്മളെ ജേണി തുടങ്ങുകയാണ്. അപ്പം നമ്മൾ കോഴിക്കോട് വെള്ളിമാട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെള്ളിമാടുക്കുന്ന് കുന്നമംഗലം, കൊടുവള്ളി, താമരശ്ശേരി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ലേക്കൊന്നും അടിപ്പിക്കില്ല. പിന്നെ നമ്മൾ നേരെ ചുരം കയറുന്നുണ്ട് മക്കാമിൽ മുകളിൽ പൈസ ഇടുന്നുണ്ട്. അവിടെ നമ്മൾ ഐശ്വര്യയോട് സ്റ്റാർട്ട് ചെയ്യാണ്. നേരെ 4-ാം വളവ് അവിടെ നിന്നൊരു ചായയും കടപൊട്ടി അത് കഴിച്ച് പിന്നെ നേരെ അങ്ങോട്ട് പോവാണ്. നേരെ നമ്മൾ ചുരം കയറി 9-ാം വളവ് എത്തിയിട്ടുണ്ട്. 9-ാം വളവിൽ നേരെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ക്ലൈമറ്റ്, അത്യാവശ്യം മോശമില്ലാത്ത ക്ലൈമറ്റാണ്. രാവിലെ ഉണ്ട്, നല്ല തണുപ്പും കുറച്ച് കാറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ അധികം സമയമൊന്നും പാഴാക്കുന്നില്ല, നേരെ വിടുക. നേരെ നമുക്ക് സ്പോട്ടിലെത്തുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ അധികം ഒന്നും വെയിറ്റിങ്ങില്ല. നേരെ സുൽത്താൻ ബത്തേരിന്ന് മുത്തങ്ങ റൂട്ടിൽ അത്യാവശ്യം പോകാണ്ട്, മുത്തങ്ങ കഴിഞ്ഞിട്ടൊക്കെ പോകാണ്ട് നമുക്ക്. പോണ വഴിക്ക് ചായ അടിക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ചായ അടിക്കാനുള്ള ഒരു ഹോട്ടൽ തരുന്നത്, അവിടെ ഹോട്ടലിൽ കണ്ട് അവിടുന്ന് 2 ദോശ ഒരു ചായയും. പൈസയും കാലിയാവില്ല, വയറെന്ന് പറയും, വയറ് കംപ്ലൈൻറ്റ് ആവില്ല. നേരെ അവിടുന്ന് ചായ അടിച്ച് വേറെ വർത്താനമൊന്നുമില്ല, നേരെ വിടുക മുത്തങ്ങ പോണ വഴിക്ക് കാട്ടുകൂടെ എന്തെങ്കിലും വല്ല ആനനെ പുലീനട്ടം കാണുന്നുള്ള വിശ്വാസത്തിലാണ് പോണേ. ഒരു സാധനത്തിനും കാണാനില്ല എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലായി. നമ്മൾ പോകുന്നിടത്ത് കുരുപ്പ് വരെ മുളയ്ക്കില്ല എന്നാണല്ലോ ഉറപ്പാണ്. ഒരു സംശയമില്ല, ഒന്നിനും കാണൂല. വല്ല ബിരിയാണി ഇട്ടം കൊടുത്താലോ വെച്ചാൽ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മാനിൻ്റെ ലക്ഷണം കിട്ടുന്നുണ്ട്. പോണ വഴിക്ക് നെല്ലിക്കൊക്കെ കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് 20 രൂപ തല്ലിപ്പിടിച്ച് വാങ്ങി അതും കൊടുത്ത് അങ്ങനെ പോവാണ്. ഒരു മാനെങ്കിലും കാണുന്ന ഒരു അഭിപ്രായം ഉണ്ടേന് കേട്ടോ. താളിയാ മാന്, പൈസ മുതലായി മാന് അങ്ങനെ മുത്തങ്ങൊക്കെ കഴിഞ്ഞ് കേട്ടോ. മുത്തങ്ങ കഴിഞ്ഞ് ഏകദേശം ഗുണ്ടൽപേട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സൂര്യകാന്തിൻ്റെ തോട്ടമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സൂര്യകാന്തിൻ്റെ തോട്ടം പിടിച്ചവരെ തന്നെ 50 കിട്ടി 50 വാങ്ങും, 20 കൊടുത്താൽ 20 കയറി ഫോട്ടോ എടുക്കണമെങ്കിൽ 20 കൊടുത്താലും ഫോട്ടോ എടുക്കുക. പിന്നെ അവർ കണ്ട സ്ഥലം മുഴുവൻ കൃഷിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കോളിഫ്ലവർ, പയർ, എല്ലാ സാധനവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് ഗോപാലസ്വാമിപേട്ടിലേക്കുള്ള വഴിയാണ്. വഴിയാണ് നല്ല അടിപൊളി വഴി കേട്ടോ. നല്ല സ്റ്റൈലും സ്ഥലങ്ങളാണ്. പോണ വഴിയാണ് നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളി സ്ഥലം തന്നെ, നല്ല സെറ്റ് സ്ഥലമാണ്. ചൂടെത്തിയപ്പോൾ എന്തോ ഭക്ഷണം വെറുതെ കൊടുക്കുന്നില്ല, അതിന് അത്രയും നല്ല ക്യൂ ആണ്. ക്യൂ കണ്ട എന്തെങ്കിലും ഭക്ഷണമോ വേറെ എന്തെങ്കിലും വെറുതെ കൊടുക്കുന്നുണ്ടായിരിക്കും കഴിച്ച്. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറണം എന്നുണ്ടപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ടിക്കറ്റ് എടുക്കാനുള്ള ആളെ ക്യൂ ആണ്. ഏകദേശം 10 ഒരു അരമണിക്കൂർ നിന്നപ്പോഴാണ് ടിക്കറ്റ് ഏകദേശം ഒരു 12-മുക്കാലോളം എത്തിയത്. എന്നെ കാണുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്ത് 70 റുപ്യ ടിക്കറ്റിനെ ചാർജ് ചെയ്തിട്ടോ. കുട്ടികൾക്ക് ഹാഫ് എടുത്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 70 രൂപ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ വീണ്ടും ക്യൂ നിൽക്കണം. ഈ ക്യൂ എന്തിനാ അറിയോ? ബസ് കയറാനാണ് ക്യൂ. ഒരു ഏകദേശം 8 ബസ് ഒരു സർവീസ് നടത്തുന്നുണ്ട്. വലിയ തെറ്റൊന്നും പറയാനില്ല, നല്ല സർവീസൊക്കെ തന്നെയാണ്. ഈ നട്ടപ്പൊരി വെയിലത്ത് അത് കാണാലോ, അവിടുത്തെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാലോ വെച്ചേ. ഇതിന് മുന്നേ ഒരു വട്ടം പോയിരുന്നു, അടിപൊളി സെറ്റ് സമയത്ത്. ഇത് ഏകദേശം ഉച്ചയാണ്, നട്ടപ്പൊരി വെയിലാണ്. അവിടെ ചെറിയൊരു മഴ പെയ്യുകയാണെങ്കിലൊക്കെ നല്ല കോടൊക്കെ ഉണ്ടാവും. ബസ് വലിയ കുഴപ്പമൊന്നുമില്ല. ബസ് കയറി അവിടുന്ന് സൈഡ് സീനൊക്കെ, ബസ് കയറി നല്ല ഹെയർ പിന്നൊക്കെ കേട്ടോ. 2 ബസ് കഷ്ടിച്ച് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന റിവേഴ്സൊക്കെ എടുത്തിട്ട് വേണം മാറ്റി കയറണമെങ്കിൽ. സൈഡ് സീൻ അടിപൊളി സീനാണ്, നല്ല സെറ്റ്. 70 ഉറുപ്പിക കൊടുത്താലെന്താ, നല്ല സെറ്റായിട്ട് കണ്ടുപോയി. അടിപൊളിയായിട്ട് നല്ല ഫോറസ്റ്റിനുള്ള കൂടുള്ള എൻട്രിയാണ്. ഏകദേശം ഗോപാലസ്വാമിപേട്ടിൻ്റെ നമ്മൾ കാണുന്നുണ്ട് എൻട്രിയാണിത്. ഇവിടേക്ക് നമുക്ക് ചെരുപ്പൊക്കെ കഴിച്ചിട്ട് വേണം കയറിപ്പം. ഇവിടെ എല്ലാ മതക്കാർക്കും കയറാമെന്നാണ് എൻ്റെ വിശ്വാസം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ എല്ലാവർക്കും കയറി ചെല്ലാം. പക്ഷേ ഇവിടെ ഉച്ചയായിട്ടും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഉച്ചൻ്റെ അത്ര ചൂടൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം വേണ്ടത് ഇവിടെ ഒരു വൈകിട്ട് സമയത്ത് ലാസ്റ്റ് ട്രിപ്പ്, നല്ല ക്ലൈമറ്റ്, ചെറിയ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വൈകിട്ട് ഉച്ച കഴിഞ്ഞാലൊക്കെ നല്ല ക്ലൈമറ്റ്. ഇവിടെ ഏത് സമയം ക്ലൈമറ്റ് മാറും. നല്ല കോടൊക്കെ ഇറങ്ങുന്നു, അത്യാവശ്യം നല്ല കോടൊക്കെ ഇറങ്ങി തന്നെ. അപ്പോൾ നമ്മൾ പോയപ്പം ഭാഗ്യമില്ല, കോടൊന്നും ഇല്ല എന്നുള്ളൂ. പക്ഷേ എൻ്റെ ചുറ്റും ഫോറസ്റ്റ് ഏരിയ കണ്ടല്ലോ, അടിപൊളി ഏരിയ, നല്ല സെറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ സെറ്റ് സ്ഥലമാണ്. ഫോട്ടോ 4 ഭാഗവും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കുന്നവർക്ക് അവിടെ നിന്ന് ലൈനിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കുക. പിന്നെ കണ്ട ഇത് കമ്പി കെട്ടിയ
മൃഗങ്ങളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. രാത്രിയൊക്കെ അവിടെ മൃഗങ്ങൾ കയറും. അവിടെ വേറൊരാളും ഉണ്ടാവില്ല. 6 മണിക്ക് ശേഷം ഇവിടുത്തെ പൂജാരി അടക്കം എല്ലാവരും ലാസ്റ്റ് ബസ്സിൽ തിരിച്ചു പോകുന്നതാണ്. ഇവിടുന്ന് കണ്ട സൈഡ് സീൻ അടിപൊളി സീനാണ്, ഒരു രക്ഷയില്ല. നല്ല ഫോറസ്റ്റിനുള്ളിലാണെന്നുള്ളത് തോന്നുകയില്ല, അത്രയും സെറ്റ് സ്ഥലമാണ്. ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളിയാണ്. അമ്പലം തന്നെ അത്യാവശ്യം നടന്ന് കാണാനുണ്ട് ഏരിയ. പിന്നെ അത്യാവശ്യം നമുക്ക് പോയി കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. എല്ലാവരും ഒന്നും പറ്റുന്നവരവിടെ വിസിറ്റ് ചെയ്യുക. അടിപൊളി സ്ഥലമാണ്. നമ്മളെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും. പിന്നെ ഒന്ന് പോയി കണ്ടാൽ അടിപൊളിയായിരിക്കും. നമ്മൾ കാണണ്ടേ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ. കർണാടക വരച്ച് കാണാൻ പറ്റുന്നതുകൊണ്ടോ ഒക്കെ നമ്മൾ അയൽരാജ്യം തന്നെ. പിന്നെ അപ്പം എല്ലാവരും ഏകദേശം വീഡിയോ ഒക്കെ കഴിയാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. പിന്നെ റൂട്ട് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ പറഞ്ഞുതരാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ കൂടെ അടുത്ത വീഡിയോക്ക് ഇനിയും കാണാം.